അങ്ങനെ ഒടുവിൽ അർജുനായിക്ക് പിടിവീണിരിക്കുന്നു. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച അർജുനായിയെ അവസാനം പൂട്ടിയിരിക്കുകയാണ് പോലീസ്. താളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ നിന്നാണ് അർജുനായിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആംഗിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന അടക്കം നടത്തി. മറ്റൊരു കേസ് കോതമംഗലത്ത് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനുള്ള ആലോചനയുമുണ്ട്. അപ്പോൾ അതിന്റെ തുടർ നീക്കങ്ങൾ അടക്കം നടക്കുകയാണ്. അർജുൻ കല്യാണിലേക്ക് പോവുകയാണ്. അർജുൻ, നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം നമ്മൾ പകുതിയെ കേട്ടുള്ളൂ. എന്താണ് ഇനിയുള്ള തുടർ നീക്കങ്ങൾ, എങ്ങനെയൊക്കെയാണ്? അതായത് ശ്രുതി, കണ്ണൂർ റൂറൽ സൈബർ ക്രൈം SI അനൂപും സൈബർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം ആ തരത്തിൽ, അതായത് നേരത്തെ ഈ പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ഒക്കെ പരിഹസിച്ചതും അധിക്ഷേപിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ അതിൽ ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. പിന്നീടായിരിക്കും കോതമംഗലത്തെ പോലീസിന് ഈ SHOയെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന അർജുനായിയോടൊപ്പം ഈ സൈബർ പോലീസ് അംഗങ്ങൾ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രാഥമികമായി അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾക്കൊക്കെയായി സ്റ്റേഷന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന അതിൻ്റെ നടപടികൾ, പ്രാരംഭ നടപടികൾ ഈ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ പോലീസ് ആരംഭിച്ചിരിക്കുന്നു. അറസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഉടനെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും പോലീസിൻ്റെ ഭാഗത്ത് സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന നടപടികൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അരിച്ചുപൊറുക്കി പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണം ഒരു ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അർജുനായിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എന്തായാലും സൈബർ ക്രൈം പോലീസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്ത കേസ് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരുന്നത്. ആ കേസിലാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അത് സാധാരണ രീതിയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കണ്ണൂരിലായതുകൊണ്ട് തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി അതിനെ മജിസ്ട്രേറ്റിൽ ഹാജരാക്കി പിന്നീട് കോതമംഗലത്തെ പോലീസിന് കൈമാറുകയായിരിക്കും നടപടി എന്നുള്ളത് നേരത്തെ തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ നിമിഷം കേരള പോലീസിന് അഭിമാനിക്കാം എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടി കേരള പോലീസിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാടാകെ ഓടി നടക്കേണ്ടി വരുന്നു, സംവിധാനങ്ങളാകെ ഇറങ്ങേണ്ടി വരുന്നു. എന്നിട്ടും അയാൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിരന്തരം ഇടുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, സജീവമായി തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ പോലീസ് അരിച്ചു പറക്കുന്ന സമയത്ത് ഞാനിതാ വടക്കുന്നാഥൻ്റെ മുറ്റത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ പിടിക്കൂ എന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റുകൾ വരുന്നു. എന്നിട്ട് ഓരോ ജില്ലകൾ മാറി മാറി സഞ്ചരിക്കുകയാണ് അർജുൻ. അപ്പോൾ കാറുകൾ മാറി സഞ്ചരിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അർജുൻ്റെ സോഷ്യൽ മീഡിയ ആരാണ് ഉപയോഗിച്ചത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ സഹായങ്ങൾ അർജുനായിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആരാണ്? ഇവരും അർജുനായിക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ ഈ അഭിഭാഷക ദമ്പതികൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ നിയമപരമായിട്ടുള്ള സഹായത്തിനും അപ്പുറത്തേക്ക് അർജുനെ ഒളിവിൽ കഴിയാൻ ഇവർ സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യാപകമായ അന്വേഷണം ഇനിയിപ്പോൾ അർജുനായിക്കും അപ്പുറത്തേക്ക് ഈ ഒരു കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ അർജുൻ? ഷിഹാസ, തീർച്ചയായിട്ടും ആ തരത്തിലുള്ള അന്വേഷണമൊക്കെ ഇനിയിപ്പോൾ പുരോഗമിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്നതും സാധാരണഗതിയിൽ ഇന്ത്യൻ നിയമപ്രകാരം അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ സംരക്ഷണം ഒരുക്കുന്നത്, അല്ലെങ്കിൽ പോലീസിൽ നിന്നും ഒളിച്ചു കഴിയുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണങ്ങൾ കടക്കേണ്ടി വരും. അതൊരു സാധാരണ പ്രക്രിയ മാത്രമാണ്. കാരണം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാളെ അത് ഒളിവിൽ കഴിയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സുരക്ഷിതമായി പോലീസിനെ കണ്ണുവെട്ടിച്ച് ഒളിച്ച് കഴിയുന്നതിന് വേണ്ടി സഹായം ചെയ്യുന്നവരും നിയമത്തിന് മുന്നിൽ തെറ്റുകാർ തന്നെയാണ്, അല്ലെങ്കിൽ കുറ്റക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലും അന്വേഷണം നടത്തേണ്ടി വരും. ഇനിയിപ്പോൾ ഈ അഭിഭാഷക ദമ്പതികളുടെയൊക്കെ കാര്യത്തിൽ എങ്ങനെയാണ് അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എങ്കിൽ കൂടിയും അതിന് പുറമെയും ചില സഹായങ്ങൾ അർജുനായിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തൊരു വസ്തുത തന്നെയാണ്. കാരണം എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്താൻ പലതരത്തിൽ വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അർജുനായിക്ക് തുടർച്ചയായി ഫേസ്ബുക്കിനകത്ത് ചില പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അർജുനായിയുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ മറ്റാരെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഇടങ്ങളിൽ നിന്ന് അർജുനായിയുടെ ഏതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അല്ല അർജുൻ ഇന്ന ലൊക്കേഷനിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ലൊക്കേഷനിൽ ചെന്ന് അങ്ങനെ പോസ്റ്റുകൾ ഇടുന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ അന്വേഷണം കടക്കേണ്ടി വരും. എന്തായാലും സൈബർ ക്രൈം പോലീസ് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണവുമൊക്കെയായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കും. അതായത് ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, സൈബർ ഇടങ്ങളിൽ അർജുനാങ്കിക്ക് ഏതൊക്കെ തരത്തിലുള്ള പിന്തുണകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അറിയാം, നമുക്ക് അർജുനാങ്കിയുടെ ഈ തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഏകദേശം 10-20-ലധികം അർജുനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ എത്തിച്ചേരാൻ ഇടമുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെയൊക്കെ പോലീസ് വിവിധ ഇടങ്ങളിൽ, ഇപ്പോൾ വളപട്ടണം സ്റ്റേഷൻ പരിധിയിൽ മാത്രം നോക്കുകയാണെങ്കിൽ അർജുൻ ആയെങ്കി ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ ആ ഇടങ്ങളിൽ മാത്രം നോക്കുകയാണെങ്കിൽ 8ഓളം പേരെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാത്രം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കരുതൽ തടങ്കൽ എന്ന രീതിയിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും സമാനമായ രീതിയിൽ തന്നെ ഒരുപാട് ആളുകളെ കസ്റ്റഡിയിലെടുത്തിരുന്നു, ചോദ്യം ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടുമോ, അർജുനിലേക്കുള്ള ഒരു വഴി കിട്ടുമോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ പോലീസിന് അർജുനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അർജുനുള്ള ഒളിത്താവളം എവിടെയാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്, അന്വേഷണം ആ രീതിയിലൊക്കെ പുരോഗമിക്കേണ്ടതുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അർജുനായെങ്കിൽ വെറുതെ ഒരു ഇപ്പോൾ ഈ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു ആ ഗൗരവത്തെക്കാൾ ഉപരി അർജുൻ പിന്നീട് നടത്തിയിട്ടുള്ള, അതായത് പോലീസിന് നേരെ മാത്രമല്ല വെല്ലുവിളി നടത്തിയത്, ആഭ്യന്തരമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയൊക്കെ അപമാനിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആദ്യം ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അർജുനായെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോളൂ എന്നുള്ളൊരു സൂചന നൽകിയപ്പോൾ തന്നെ കേരള പോലീസിന് രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങാൻ പോവുകയാണ്, അർജുന് പിന്നാലെ പായാൻ പോവുകയാണെന്ന് സൂചന ലഭിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് നാട്ടിലുള്ള റൗഡികളും ഗുണ്ടകളും ഒക്കെ പലതും പറയും, അതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം തൽക്കാലം തനിക്കില്ല എന്നുള്ളൊരു സൂചനയാണ് ഇന്നലെ നൽകിയത്. പക്ഷേ കേരള പോലീസ് ചെയ്യാനുള്ളത് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ, നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഒരു നിതാന്തൊരു ജാഗ്രത ഉണ്ടായിരുന്നുവല്ലേ ഈ ഒരു കേസിന് പിന്നാലെ. അർജുന് പിന്നാലെ തന്നെ കേരള പോലീസ് ഓടുന്നു. കേരള പോലീസിനെ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ടായിരുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി. ഇപ്പോൾ ഈ വെളുപ്പാങ്കാലത്താണ് 2-3 മണി സമയത്താണ് അർജുനായെങ്കിൽ പിടികൂടിയതെങ്കിലും ആ വിവരങ്ങളടക്കം ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവും. ഷിഹാസ്, തീർച്ചയായിട്ടും ആ തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, അങ്ങനെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുത തന്നെയാണ്. കാരണം ഇതിനകത്ത് ഒരു പക്ഷേ ഇത് കുറച്ച് ദിവസം കൂടി വൈകിയിരുന്നുവെങ്കിൽ, ഒരു 2-3 ദിവസം അർജുനായെങ്കിയെ പിടികൂടാൻ വേണ്ടി പോലീസിന് കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും വലിയ വിമർശനം. കാരണം ഒരു ക്രിമിനലിനെ, അതും പോലീസിനെ തുടർച്ചയായ രീതിയിൽ ഈ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്നു. പോലീസ് ഒരു നീക്കങ്ങൾ നടത്തുമ്പോൾ അർജുനായെങ്കിൽ 2 പോസ്റ്റ് അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ നിരന്തരമായി പോലീസിനെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇടപെടലുകൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുന്നില്ല, അയാളെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല, എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യമായിരുന്നു ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 ദിവസം കൂടി അർജുനായെങ്കിയെ പിടികൂടാൻ വേണ്ടി കഴിയുന്നില്ല എങ്കിൽ വലിയ വിമർശനം ആഭ്യന്തര വകുപ്പ് തന്നെ, അത് വലിയ നാണക്കേടായി തന്നെ സംസ്ഥാന സർക്കാരിന് ഒട്ടാകെ തന്നെ നാണക്കേടായി മാറും. ആഭ്യന്തര വകുപ്പിന്, പോലീസിന് അതെല്ലാം വലിയ നാണക്കേടായി മാറുമായിരുന്നു. എന്തായാലും അത്തരം ഒരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി പോലീസിന് ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്. ഏറെ നാണക്കേടില്ലാതെ അർജുനായെങ്കിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു, അധികം വൈകാതെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നത് ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണ്. ആ തരത്തിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമൊക്കെ വലിയ വിമർശനങ്ങൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും അർജുനായെങ്കി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അർജുനായെങ്കിക്ക് പലതരത്തിലുള്ള സംരക്ഷണങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം എന്നുള്ള കാര്യം ഒരു വസ്തുത തന്നെയാണ്. കാരണം ഈ തരത്തിൽ പല രീതിയിലുള്ള സംരക്ഷണങ്ങൾ അർജുനായെങ്കിക്ക് ലഭിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ നേരത്തെ തന്നെ CPM-ഉം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അർജുനായെങ്കി ഈ പറയുന്ന കളം പിടിക്കുന്നത്, അല്ലെങ്കിൽ അർജുനായെങ്കി ഒരു ശ്രദ്ധേയ കഥാപാത്രമായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്നത് ഈ പറയുന്ന രീതിയിൽ CPM-ഉമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. CPM-ന്റെ സൈബർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചില ചുമതലകൾ അർജുനായെങ്കി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നു. അതിനിടയിലാണ് ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ മേഖലയിലേക്ക് അർജുനായെങ്കി പോകുന്നത്. പക്ഷേ അതിനകം തന്നെ അർജുനായെങ്കി വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചിരുന്നു. CPM-ന്റെ സൈബർ ഇടങ്ങളിൽ ശ്രദ്ധിക്കുന്ന കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ആ തരത്തിൽ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന ചില വ്യക്തികൾ, അവരൊക്കെ അർജുനായെങ്കി എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ അർജുനായെങ്കിയാണ് പാർട്ടിയെ സൈബർ ഇടത്തിൽ നയിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ, പ്രതീതി
സാഹചര്യമൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി അർജുനാങ്കിക്ക് കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഈ സ്വർണം പൊട്ടിക്കലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണം പൊട്ടിക്കൽ സംഭവങ്ങളൊക്കെ അർജുനാങ്കി തുടർച്ചയായ രീതിയിൽ നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും രാമനാട്ടുകരയിൽ നടന്നിട്ടുള്ള ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് അർജുനാങ്കി ഈ കേസിന്റെ വെളിച്ചത്തിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ ഇടപെടൽ അല്ലെങ്കിൽ ഇടപാടുകാരനാണ് എന്നുള്ളത് തെളിവ് സഹിതം പുറത്തേക്ക് വരുന്നത്. പിന്നീട് അതുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ണൂരിലെ പല CPM-മായി ബന്ധമുള്ള ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എന്തായാലും അങ്ങനെ ഒടുവിൽ അർജുനാങ്കിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് കണ്ണൂരിൽ നിന്ന് അർജുനാങ്കിയെ പോലീസ് സംഘം പിടികൂടിയത്.